മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുവഫനി ഹത്താ തൂജിബനിൽ ജന്ന. അല്ലാഹുവിനോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ, റസൂലുള്ളാഹിയുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച സ്വഹാബി മുത്തുനബി എങ്ങനെയാണോ നടന്നത്, മുത്തുനബി എന്തൊക്കെയാണോ ചെയ്തത്, അതുപോലെ ചെയ്തിരുന്ന സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നീ എനിക്ക് കാണിച്ചു തരണം തമ്പുരാരെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പേ അറിയണം ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ്, എനിക്ക് അടയാളം കാണിച്ചു തരണം. എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അടയാളം കാണിച്ചു തരാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തതെങ്ങനെയാ? ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ അവകാശിയാണെന്നറിയണം. എങ്ങനെ അറിയാനാണ് പടച്ചവനെ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എങ്ങനെ അറിയാനാ? പടച്ചവനെ അങ്ങനെ അറിഞ്ഞ ചില ആൾക്കാരുണ്ട്, അങ്ങനെ അറിഞ്ഞവരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചില സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്. പ്രവാചകൻ പറഞ്ഞ പിന്നെ അതിനപ്പുറമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സുമ്മരിളാ അന്നബി ബക്കറിം വ അന്നുമരി വ അൻ അലിയും വ അൻ ഉസ്മാന ദിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം سعد سعيد زبير طلحة وأبي عبيدة وابن في العاسد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ പ്രവാചകൻ നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുത്തുനബി അവിടുന്ന് വിളിക്കുന്ന അബൂബക്കറെ നീ സ്വർഗത്തിലാണ്, ഉമറെ നീ സ്വർഗത്തിലാണ്, ഉസ്മാനെ നീ സ്വർഗത്തിലാണ്, അലിയെ നീ സ്വർഗത്തിലാണ്, സഅദെ നീ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ 10 സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ 10 പേരും സ്വർഗത്തിലാ, ഒരാൾക്കും സംശയമില്ല. പക്ഷേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് പറയുന്നത്, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എനിക്ക് നീ അടയാളം കാണിച്ചു തരണേ അല്ലാ. അൽഹംദുലില്ലാഹ്, എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ അല്ലാ, എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ അല്ലാ. ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എനിക്ക് അടയാളം കാണിച്ചു തന്നല്ലോ കാണിച്ചു തന്നല്ലോ അല്ലാ. അൽഹംദുലില്ലാഹ്. കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ എന്റെ ദുആ നീ സ്വീകരിച്ചു, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നീ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അടയാളം കാണിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുക, എന്തടയാളവാ കാണിച്ചു കൊടുത്തേ. കാരണം പറയാനുള്ള ഒരാളെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, നീ സ്വർഗത്തിലാ നീ സ്വർഗത്തിലാ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. പക്ഷേ ഈ സ്വഹാബി പറയുന്നു, അല്ലാഹു എനിക്ക് അടയാളം കാണിച്ചു തന്നു. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, എന്താ അടയാളം? ജനങ്ങൾ ചോദിച്ചു, എന്താ അടയാളം? പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മതാഫിൽ ഇരുന്നു കൊണ്ട് തന്റെ മുന്നിലിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു എനിക്ക് കാണിച്ചു തന്ന അടയാളം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശികളെ കാണണോ? നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശികളെ കാണണോ? ഈ പായിപ്പാട് കാണാ ചെറുപ്പക്കാരാ. സ്വർഗത്തിന്റെ അവകാശികളായ ചിലര് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന, പടച്ചുറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളിൽ ചിലർക്കൊക്കെ വല്ലാതെ വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിക്കുന്നു, തങ്ങളെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് തിരിച്ചറിയാറുള്ള അടയാളം എന്താ? അല്ലാഹു കാണിച്ചു തന്ന അടയാളം എന്താ? അല്ലാഹു കാണിച്ചു തന്ന അടയാളം എന്താ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി അവിടെന്ന് പറഞ്ഞ ഹദീസ് ഓർമ്മയില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്താൽ, അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഈ കണ്ണുകൾ. ഈ കണ്ണിന്റെ കാഴ്ചയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്താ അവൻ അല്ലാഹു കൊടുക്കുന്നത് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നവർ ദുനിയാവിലെ ജീവിതത്തിന്റെ ഇടയിൽ പെട്ടെന്നൊരു ദിവസം കാഴ്ച നഷ്ടപ്പെട്ടു പോയി, 2 കണ്ണിന്റെയും കാഴ്ച അല്ലാഹു തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അവന് സ്വർഗം പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ, എന്റെ 2 കണ്ണുകളുടെയും കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തു. അത് തന്നെയാണ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ളതിന്റെ അടയാളം. അത് തന്നെയാ. ആരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചെടുത്ത അല്ലാഹു അവന് സ്വർഗം തിരിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കണ്ണിന്റെ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ദുനിയാവും ആഡംബരവും സുഖമെല്ലാം കണ്ടുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ളതിന്റെ അടയാളം എൻ്റെ കാഴ്ചശക്തി അല്ലാഹു തിരിച്ചെടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരത് നഷ്ടപ്പെടുന്നത് വല്ലാത്ത വേദനയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി നമ്മളൊക്കെ പരാതിയാണ്, ഉസ്താദെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു, ദുആ ചെയ്യാൻ. ഓപ്പറേഷൻ ചെയ്യും, എന്തിന്? നേരെയാക്കാൻ. കണ്ണാടി വെക്കും, വലിയ വലിയ ഗ്ലാസുകൾ, നമ്മുടെ സോഡാ കുപ്പിയുടെ അടിയിലൊക്കെ വലിയ ഗ്ലാസുകളൊക്കെ വെച്ചിരിക്കുക, എന്തിന്? കാഴ്ച. സഹോദരങ്ങൾ, നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്ക്. അള്ളാഹു ഒരാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, കള്ളു കുടിച്ചു പേവെള്ളം അടിച്ചു കിടക്കുന്നവനല്ല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചെടുത്ത അള്ളാഹു അതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയവരുടെ കയ്യിൽ പിടിച്ച് നടക്കണം. നമ്മൾ നടക്കും. വഴിയോരത്തെങ്ങാണ് ഒരു അന്ധനായ ഒരു മനുഷ്യൻ നിന്ന് ആരാപ്പ? കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ, ഇനി ബസ് സ്റ്റോപ്പിലെങ്ങാനും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാൾ നിന്നാ ഒരുത്തന്റെ കൈ മൊബൈൽ കൊടുത്തിട്ട് പറയാ, അളിയാ നീ പിടിക്കണം കേട്ടാ, എന്നിട്ട് കൈ പിടിച്ചോണ്ട് പോവാ, എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തെണ്ടലേക്ക്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ ആർക്കെങ്കിലും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് നടക്കണം. പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നടക്കുവോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് നടക്കണം.
നടന്നാൽ അള്ളാഹു തരുന്ന പ്രതിഫലം നീ എത്ര ചുവട്ടടി നടന്നോ അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നടക്കുന്ന അത്രയും സ്ഥലം സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട്, ഈ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനു പകരം അള്ളാഹു തരാമെന്ന് പറഞ്ഞത് സ്വർഗമാ. അതിനു പകരം അള്ളാഹു തരാമെന്ന് പറഞ്ഞത് സ്വർഗമാ. അപ്പൊ ഈ കണ്ണിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണ് അലം നജഅൽ ലഹു ഐനൈൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ നമ്മളോട് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനെന്നറിയുമോ? എന്ത് വായി തോന്നുന്നതല്ല, കാണാനല്ല. ഈ കണ്ണല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണാനാ. ഈ കണ്ണുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ആ രണ്ട് കാര്യങ്ങൾ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അള്ളാഹു തന്നിരിക്കുന്ന കണ്ണുകൊണ്ട് കാണേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണാനാ. രണ്ട് കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പാടില്ല. അല്ലാഹ് കാണാൻ പറഞ്ഞത് ഞാനും നിങ്ങളും കാണാറില്ല. എന്നാൽ കാണരുതെന്ന് പറഞ്ഞത് മാത്രമേ ഞാനും നിങ്ങളും കാണാറുള്ളൂ. അല്ലാഹ് പറഞ്ഞു, കണ്ണ് തന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ രണ്ട് കാര്യം കാണണം, രണ്ട് കാര്യം കാണണം. പക്ഷേ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ കാണുന്നത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ അല്ലാഹു കാണണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലേക്കൊന്ന് നിങ്ങൾ നോക്കണേ. ഞാൻ തന്ന കണ്ണുകൊണ്ട് ഈ ഭൂമിയിലേക്ക് നീ ഒന്ന് കണ്ണോടിച്ചു നോക്ക്. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്ക്. ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് കണ്ടിട്ട് നീ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ആകാശത്തേക്ക് നോക്ക്. പടച്ചവനെ, പന്തല് പോലെ ആകാശം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിന് തൂണുകളില്ലല്ലോ. എങ്ങനെയാണ് പടച്ചവൻ ഈ ആകാശത്തിന് പന്തല് പോലെ നിർത്തിയിരിക്കുന്നത്? ആ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ചിട്ട് നീ അതിനൊരു റബ്ബുണ്ടെന്ന് മനസ്സിലാക്ക്. ആകാശത്തിലേക്ക് നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ പല പല കാര്യങ്ങൾ, ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ. സൂര്യനിലേക്ക് നോക്ക്. എല്ലാ ദിവസവും രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന ആ സൂര്യനെ കുറിച്ച്, ആ സൂര്യനിലേക്ക് നീ നോക്ക്. രാത്രിയായി കഴിഞ്ഞാൽ പടച്ചവനെ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, നീ ചന്ദ്രനിലേക്ക് നോക്ക്. ഇതിനെയൊക്കെ അള്ളാഹു ഇങ്ങനെ കാഴ്ച പോലെ വെച്ച് തന്നിരിക്കുകയാ. എന്തിനാ നോക്കിയിട്ട് പടച്ചവര്? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പടച്ചറബുണ്ട്. ആ റബ്ബാരെന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് പടച്ചറബ് കണ്ണ് തന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. കണ്ണ് തന്നിരിക്കുന്നത് ഭൂമിയിലേക്ക് നോക്കാൻ. ഭൂമിയിലേക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് നോക്കണം? ആവശ്യമില്ലാത്ത നോക്കല്ല, ആകാശത്തേക്ക് നോക്ക്. ഈ കാണുന്ന ഒരു ഹാള് തന്നെ ഒന്ന് നേരെ നിൽക്കാൻ എത്ര കമ്പി കെട്ടിയിട്ടുണ്ട്? ഈ മുകളിൽ കാണുന്ന ഈ ഒരു സീറ്റ് നിൽക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കമ്പികൾ വെച്ചിട്ട്, തൂണുകൾ വെച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. എങ്കിൽ ആകാശത്തിന് എവിടെ അപ്പ തൂണിരിക്കണേ? സൂര്യനിലേക്കൊന്ന് നോക്കി, എന്താ പ്രകാശം! ഈ ഒറ്റ ലൈറ്റ് കത്തി ഇത്രയല്ലേ ഉള്ളൂ. ഈ സൂര്യൻ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നല്ലോ. രാത്രിയായി കഴിഞ്ഞാൽ ചന്ദ്രൻ ആകാശത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ. പടച്ചവനെ, കൊടുങ്കാറ്റ് വരുന്നു. എന്തേപ്പ കൊടുങ്കാറ്റ് എവിടെ പോയി? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം. ഞാനിങ്ങനെ അത്ഭുതം, ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 3 മണി എപ്പോൾ വരുന്ന പറഞ്ഞ് പറ. 2 മണിക്ക് വരും, 3 മണിക്ക് വരും, നാളെ വരും, മറ്റേനാൾ വരും. എന്തേപ്പ ഇങ്ങനെ മാറി മാറി പോണേ? അവിടെയും ചിന്തിക്കാനുണ്ടല്ലോ. നമ്മൾ അവിടെയും മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു സിയാറത്തിന് പോയപ്പോൾ സുൽഫി ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് നോക്കാം, ഉസ്താദെ
മുത്തുപ്പേട്ട ഉണ്ട്, ഇവിടെ വരും, രാത്രി വരും, ഇങ്ങനെ മണിക്കൂറുകൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലത്തെ നമ്മൾ വാർത്ത ഷാജിക്ക രാത്രി അയച്ചു തന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ പത്തനാരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ നാടൊക്കെ ഉണ്ട് കേട്ടാ. കാറ്റ് വരുന്ന ദിശ ഇങ്ങനെ ഇന്നതൊക്കെ പോകും. ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. മഴ പെയ്യും. എവിടെ ഇപ്പൊ മഴ? എവിടെ മഴ? ഇന്നെന്താ മഴ പെയ്താ? വരുന്നതിന് മുമ്പ് മഴ വരും എന്ന് പറഞ്ഞില്ല. എവിടെ? ഞാൻ ശാസ്ത്രത്തിനെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതിന് എതിരാണല്ലോ ഈ പറയുന്നതൊക്കെ. അതാ അള്ളാന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. ഒന്ന്, ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. രണ്ട്, വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ അള്ളാഹ്ക്ക് അറിയത്തുള്ളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവർ ഈ സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് പറയും കടൽ ഇതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് വരും, നാളെ വരും. പറയാനേ പറ്റൂ ചങ്ങാതി. എത്രയോ. എന്നാൽ ഇതെല്ലാം വെച്ചിട്ട് ഇവര് പറഞ്ഞു വരാൻ പോകുന്നു എന്ന്. എന്നാൽ കുറച്ചാൾ മുമ്പ് ഒരു ഇടിയും മഴയും വന്നു. അതാരും പറഞ്ഞതുമില്ല. അവിടെയാ മനസ്സിലാക്കണ്ടേ. വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാവരും റെഡ് അലാർട്ടൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോണം, വലിയ മഴയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞാൻ അള്ളാഹുടെ ഖുർആൻ വെച്ചിട്ടാണ് സംസാരിക്കണത്. ചിലപ്പോൾ നമ്മൾ നന്നാവുന്നെങ്കിൽ ഇതുകൊണ്ട് നന്നായിക്കൊള്ളണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 150 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 90 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വരും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു ഇന്ന് രാത്രി വരും, 2 മണിക്ക് വരും. എന്നിട്ട് പറഞ്ഞു 3 മണിക്ക് വരും, വെളുപ്പാങ്കാലത്ത് വരും. ഇല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് വരും. ആ 2 മണി കഴിഞ്ഞു, ഇപ്പം രാത്രി 10 മണി ആവാറായി. എവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വരും. അവര് വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വരാനുണ്ട്. അടയാളം പറയാനേ പറ്റൂ. അടയാളം പറയാനേ പറ്റൂ. ഇങ്ങനെ അവിടെ ന്യൂനമർദ്ദമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ കാറ്റായിട്ടത് കരയിലേക്ക് വന്ന് കയറും, സാധ്യതയുണ്ട്. ഇത് പറയാൻ ശാസ്ത്രത്തിന് കഴിയും. പക്ഷേ ഇന്ന സമയത്തെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന രഹസ്യം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അള്ള പറഞ്ഞു ആകാശത്തുനിന്ന് മഴ പെയ്യുന്ന സമയം എനിക്കേ അറിയത്തുള്ളൂ. എന്നിട്ട് അള്ള പറഞ്ഞു വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ. അവിടെയുണ്ട് പോയിന്റ്. നാളെ എന്ത് സംഭവിക്കും, ഒരാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അള്ളാഹ്ക്ക് അറിയൂ. അതുകൊണ്ട് ആ സമയം മാറിപ്പോയേ. പറഞ്ഞിരിക്കുന്ന സമയങ്ങൾ മാറി പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്തേ മനുഷ്യ ചിന്തിക്കാത്തത്? ഖുർആൻ ചോദിച്ചില്ലേ എന്തേ നീ ചിന്തിക്കാത്തെ? ഞാനും പറയുന്നത് ചിന്തിക്ക്. അള്ളാഹുവിന്റെ ഈ ഭൂമിയിലേക്ക് അള്ള പറഞ്ഞല്ലോ, കണ്ണ് തുറന്നിട്ട് നോക്കടാ, കണ്ണ് തുറന്നിട്ട് നീ നോക്ക്. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു മഹാന്റെ ചരിത്രം പറഞ്ഞത്, വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല, വലിയ അറിവൊന്നും വേണ്ട ചില കാര്യങ്ങൾ ചിന്തിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ കുൽ സീറു ഫിൽ അർള് ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഖുർആൻ പറഞ്ഞല്ലോ, നീ ഭൂമി മുഴുവനും സഞ്ചരിച്ചിട്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുപഠിക്ക്. എന്നിട്ട് ഇതിനെല്ലാം പടച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയാ അള്ളാഹു നമുക്ക് കണ്ണു തന്നിരിക്കുന്നത്. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നാം ഈ കണ്ണുകൊണ്ട് പലതും കാണേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണേണ്ടതുണ്ട്. അത് കണ്ടിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണം. 2, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. രണ്ടാമത് നോക്കാൻ പറഞ്ഞത് നിന്റെ ശരീരത്തിലേക്ക് നോക്ക്. അല്ല പറയുക, ഈ കണ്ണ് ഞാൻ തന്നിരിക്കുന്നത്, ഒന്ന് നീ ഭൂമിയിലേക്ക് നോക്കണം, എന്ന് നീ ആകാശത്തേക്ക് നോക്കണം. ഇതെല്ലാം എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഞാൻ കാണുന്നതിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. 2, നീ നിന്റെ ശരീരത്ത് നോക്ക്. അള്ളാഹു നിനക്ക് ചെവി തന്നു, നിനക്ക് കൈ തന്നു, നിനക്ക് കാല് തന്നു, നിനക്ക് അള്ളാഹു ഒരുപാട് അവയവങ്ങൾ തന്നു. നീ ആ അവയവത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേപ്പാ സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്ക്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോ? നമ്മൾ നോക്കും മസിലുണ്ടോ എന്ന്. നമ്മൾ നമ്മുടെ ശരീരത്തേക്ക് നോക്കും. കണ്ണാടിയുടെ മുന്നിൽ പോയി കുളിക്കുന്നതിന് മുമ്പ് ഇന്നിങ്ങനെ നോക്കും, ഉണ്ടോപ്പാ മസിൽ എവിടൊക്കെ വന്നിട്ടുണ്ടോപ്പാ, തടി വെച്ചോ പടച്ചോനെ. നമ്മൾ നോക്കണേ ഇതാ. എങ്കിൽ അല്ല പറഞ്ഞു നീ നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഷായിക്ക, അദ്ദേഹത്തിൻ്റെ സർജറിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിഡ്നി പോയി. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന കിഡ്നി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറ്റി വെക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കിക്കേ. നമുക്കാർക്കെങ്കിലും അതിൻ്റെ വില അറിയോ? എനിക്കോ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയോ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറ്റിവെക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര ലക്ഷം രൂപയെന്നറിയോ? 12-15 ലക്ഷം രൂപയാ സഹോദര ആ കിഡ്നി ഒന്ന് മാറ്റിവെക്കാൻ. അള്ളാഹു തന്നിരിക്കും. നമ്മളൊന്ന് ചിന്തിക്ക്, നമുക്ക് വല്ല ഉണ്ടാ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു തുള്ളി മൂത്രം പോകുന്നില്ല സഹോദര. അതുകൊണ്ടാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയാൻ പറഞ്ഞത്? ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങും എന്ത് പറയണം? അൽഹംദുലില്ലാ ഉഫ്റാനക, അൽഹംദുലില്ലാ. അല്ലാഹ് സർവസ്തുതിയും പടച്ചവനെ. എന്തിന്? അള്ളാഹു നമുക്ക് നൽകിയ ഭാഗ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഡ്നി അത് നഷ്ടപ്പെട്ടു പോയിട്ട് അത് മാറ്റിവെക്കാൻ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വൈഫിൻ്റെ പിതാവ് ഞാൻ കണ്ടത് ഒരുപാട്. 7 വർഷത്തോളം ആ മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂത്രം പോകാതെ വയറ് ശരീരം മുഴുവൻ ഇങ്ങനെ വീർക്കും. ഒരു തുള്ളി വിയർക്കാറില്ല, ഒരു തുള്ളി മൂത്രം പോകാറില്ല. ശരീരത്ത് വെള്ളം കൂടിയിട്ട് നീളമുള്ള സിറിഞ്ച് ഈ വയറിൻ്റെ ഈ ഭാഗത്ത് കുത്തി കയറ്റിയിട്ട് 5-6 ലിറ്റർ വെള്ളം രക്തം കൂടെ മിക്സായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വില. ഒരു കിഡ്നി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ വേണം. എന്തിന് സഹോദര? എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വല്ലാതെ എന്നെ ആത്മാർത്ഥമായി നമ്മൾ എപ്പോഴും ദുആ ചെയ്യും. മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച ഒരു സഹോദരൻ തിങ്കളാഴ്ച രാവിലെ സർജറിയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ലക്ഷം എന്നറിയോ? ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉസ്താദ് 50 ലക്ഷം രൂപ. അല്ലാഹുവേ, ഒരു കരളിൻ്റെ പകുതിയൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് ആരാപ്പം? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തയുണ്ട് നമുക്ക് ആർക്കെങ്കിലും? അല്ലാഹു സഹോദരൻ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓപ്പറേഷന് വേണ്ടി മാത്രം 18-20 ലക്ഷം രൂപ നാളെ കെട്ടിവെക്കണം, ഒരു സർജറിക്ക് വേണ്ടി മാത്രം. പിന്നെ ബാക്കിയുള്ളതൊന്നും ചിന്തിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് നമുക്കറിയാവോ? നമ്മുടെ ജീവിതകാലം മുഴുവൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാജിക്ക കൈ എവിടെ ഒന്ന് ഒടിഞ്ഞു, ഇവിടെ നിന്ന് കണ്ടല്ലേ ഇപ്പം എടുത്തു വെച്ച് ഹലിച്ചുക്കൊരു ഒരു എല്ല് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്തു വെച്ച് അതിനൊക്കെ എത്ര ഉറപ്പുണ്ട് സഹോദര? ഈ വെക്കുന്നതെല്ലാം ഇതൊക്കെ സാധാ കമ്പി വെച്ചിരിക്കുക. പലരുടെ ശരീരത്തിലും കമ്പിയാ മൊത്തം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹു പറഞ്ഞു, നീ നിന്റെ ശരീരത്തിൽ നോക്കടാ സിറാജെ, ഞാൻ ആരാണെന്ന് നിന്റെ ശരീരത്ത് നോക്കിയാൽ തന്നെ നിനക്കറിയാം. അള്ളാഹു എൻ്റെ ശരീരത്ത് നിന്നിരിക്കുന്ന അവയവങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹുവിലേക്ക് മടങ്ങ്. ഇതിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ ഒന്ന് കിടക്കണം. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ? ആരാപ്പാ ഒരു കിഡ്നി തരണമെന്ന്? എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ, ഭർത്താവിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടു പോയി. അപ്പം 33-35 ലക്ഷം രൂപ വേണം മാറ്റിവെക്കാൻ. അപ്പോ ഭാര്യ ഇങ്ങനെ ഡോക്ടറുടെ മുന്നിലിരുന്ന് പറയും, എത്ര പൈസ ചിലവായാലും വീട് വിറ്റിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷപ്പെടുത്തണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് കൊടുത്തൂടെ? ഈ പൈസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ. അങ്ങനെ അപ്പൊ ഇദ്ദേഹം ഇരിക്കുക. അപ്പൊ ഡോക്ടർ ചോദിച്ച്, ഇത്രയും ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് അങ്ങ് കൊടുത്താൽ പോരെ? അപ്പോഴായി കൂടെ ഇരുന്ന സഹോദരൻ ചിന്തിച്ചത്, ശരിയല്ലേ. അപ്പൊ പുറത്തിറങ്ങിയപ്പോ ഭാര്യയോട് ചോദിച്ചു, എന്തിനാ ഈ 33 ലക്ഷം രൂപ കളയണേ? നിനക്ക് കൊടുത്തൂടെ? എനിക്കാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് പേടിയാണെന്ന്. അല്ലാഹു ഈമാൻ തരും. ആ പെണ്ണ് പറഞ്ഞ മറുപടി, എനിക്ക് ഈ ഇഞ്ചക്ഷൻ വെക്കുന്ന എന്നെ പേടിയാ, പിന്നെ ഇത് കീറുന്നതൊക്കെ അതൊന്നും പറ്റൂല എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവനവൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ ഒന്ന് പോയി ചോദിച്ചു നോക്കിയാൽ ഭാര്യ എടുത്ത് കിഡ്നി തരുമോന്ന്? തരും. ശരീരത്തിൽ കിടക്കണം, മോതിരം തരണില്ല, പിന്നെ ഇപ്പം നിനക്ക് കിഡ്നി തരിക? കരൾ തരുന്ന ആരാപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാപ്പാ? ഭർത്താവിന് കരൾ നഷ്ടപ്പെട്ടു പോകുന്നവർ. ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഡയാലിസിസ് ചെയ്യുന്നവരെ കണ്ടാൽ മതി. അവൻ്റെ കിഡ്നി നീ ഇങ്ങനെ മോട്ടോർ വർക്ക് ചെയ്യണത് പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക 24 മണിക്കൂറും. എൻ്റെ ഹൃദയം, എൻ്റെ കരള് 24 മണിക്കൂർ 1 മിനിറ്റ് നിന്നാ കഴിഞ്ഞില്ലേ? 1 മിനിറ്റ് നിന്നാൽ. അതുകൊണ്ട് അല്ല പറഞ്ഞു, നോക്കടാ സിറാജെ, നീ നിന്റെ ശരീരത്ത് നോക്കിയിട്ട് ഞാൻ ആരാണെന്ന് നീ പഠിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല കണ്ണ് തന്നിരിക്കുന്ന അതിനാ മോനെ, അല്ലാതെ ഉടുതുണിയില്ലാതെ പോകുന്നതിൻ്റെ പെണ്ണിൻ്റെ രൂപം കാണാനല്ല. അള്ളാഹു നിനക്ക് കണ്ണ് തന്നിരിക്കുന്നത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നേതാ? അള്ളാഹു കാണരുതെന്ന് പറഞ്ഞത് മാത്രമേ നമ്മൾ കാണൂ. എന്നാൽ കാണാൻ പറഞ്ഞതൊന്നും ഞാനും നിങ്ങളും കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണ്
ഈ കണ്ണിന് പകരമാണ് അല്ലാഹു സ്വർഗം തരാമെന്ന് പറയുന്നത്. അതുകൊണ്ട് കാണാൻ പറഞ്ഞത് മാത്രമേ കാണാൻ പാടുള്ളൂ. നിങ്ങൾ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളിലേക്ക് നോക്ക്, ചന്ദ്രനിലേക്ക് നോക്ക്, അതാ സൂര്യനിലേക്ക് നോക്ക്. അല്ലാഹു ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. സൂര്യൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്, ചന്ദ്രൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്, ഈ കടല് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, കാറ്റ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എല്ലാം അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിച്ചവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ ചരിത്രം പഠിച്ചപ്പോൾ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയുണ്ട്, വലിയ നദിയാ. ആ നദി ഒരു വർഷത്തിൽ ഒരിക്കൽ വല്ലാത്ത വെള്ളമുണ്ടാകും, വലിയ നാശനഷ്ടം വിധിക്കും. ആ സമയത്ത് അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കന്യകയായ ഒരു പെണ്ണിനെ ആ നദിക്കകത്ത് ഇട്ട് കൊടുക്കും, വെള്ളം നിൽക്കാൻ വേണ്ടി. അങ്ങനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങ് തീർന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു ആചാരം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു നൈൽ നദിയിൽ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇസ്ലാമിക ഭരണകാലം വന്നപ്പോൾ അവിടുത്തെ ഗവർണർ അറിയിച്ചു ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന്. ഉമർ തങ്ങളൊരു പേപ്പർ എഴുതി വിട്ടു. എന്തേ പറഞ്ഞു തരാ? ആ നദിയോട് ഉമർ തങ്ങൾ പറയുന്നു, നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്തോ, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാന പ്രകാരമാണെങ്കിൽ അവിടെ നിന്നിരിക്കുക ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതിയിട്ട് ആ എഴുത്തു കൊണ്ടുപോയി ആ നദിയിലിട്ടപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് മാറിയെന്ന് ചരിത്രം പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹു ഈ കണ്ണിന് പകരം സ്വർഗമാ തരാമെന്ന് പറഞ്ഞത്.